ഹായ് ഫ്രണ്ട്സ്, കേരള PSC LDC LGS എക്സാമുകൾ അടുത്ത് വരികയാണ്. അപ്പം നിങ്ങൾ ഇനിയുള്ള അവൈലബിൾ ആയിട്ടുള്ള ടൈമിൽ നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ചില ഭാഗങ്ങളുണ്ട്. അതിലൊന്നാണ് നദികൾ. നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിലെ തന്നെ ഒരു 4-5 പേജുകളിലാണ് ഈ നദികളെക്കുറിച്ച് പറയുന്നത്. അതായത് 10ാം ക്ലാസ്സിൽ വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്നുള്ള പാഠഭാഗമുണ്ട്. ആ പാഠഭാഗത്തിൽ ഹിമാലയൻ നദികളെക്കുറിച്ചും അതുപോലെ തന്നെ ഉപദ്വീപീയ നദികളെക്കുറിച്ചും പറയുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ ഓരോ ഭൂവിഭാഗത്തെക്കുറിച്ചും പഠിക്കുമ്പോൾ അതുപോലെ തന്നെ വിവിധ ഭൂരൂപങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ള ഒരു ഭാഗമുണ്ട്. അവിടെ ഈ നദികളെക്കുറിച്ചൊരു 3-4 പേജ് ഉണ്ട്. ഈ പേജും കുറച്ച് അഡീഷണൽ ഇൻഫർമേഷനും മുൻകാലങ്ങളിൽ ചോദിച്ച അഡീഷണൽ ഇൻഫർമേഷനും നിന്നുമായി മാത്രം, ഈ നദികൾ എന്ന് പറയുന്ന ഭാഗത്തിൽ നിന്നുമായി മാത്രം 2020, 2021, 2022, 2023 ഈ ഇതിൽ നമുക്കറിയാം 2021 കോവിഡ് ആയതുകൊണ്ട് പരീക്ഷകളുടെ എണ്ണം കുറവായിരുന്നു. 2022 കുറച്ചുകൂടി, 2023 കുറച്ച് കൂടുതൽ നടന്നിട്ടുണ്ട്. ഇത്രയും എക്സാമുകളിൽ നിന്ന് 36 ചോദ്യങ്ങളാണ് ഈ ഭാഗത്ത് നിന്ന് മാത്രം വന്നിട്ടുള്ളത്, ഇന്ത്യൻ നദികൾ. അപ്പോൾ ഇന്ത്യൻ ജോഗ്രഫിയിൽ പഠിക്കുമ്പോൾ നിങ്ങൾ ഒഴിവാക്കാനേ പാടാത്ത, നന്നായി പഠിച്ചിരിക്കേണ്ട ഒരു ഭാഗമാണ് ഇന്ത്യൻ നദികൾ. ആ ഇന്ത്യൻ നദികളിലെ 36 ചോദ്യങ്ങളെയും നമുക്കിനി കണ്ടിന്യൂസ് ആയിട്ടുള്ള ചില ക്ലാസ്സുകളിലൂടെ നമുക്ക് ആ ചോദ്യങ്ങൾ, അതിനോടുള്ള അനുബന്ധ വസ്തുതകൾ നമുക്കൊന്ന് പഠിച്ചു വെക്കാം. തീർച്ചയായും നിങ്ങൾക്ക് 1-2 മാർക്ക് ഈ ഭാഗത്തുനിന്നായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഒരു നദിയിലേക്ക് വെള്ളമെത്തുന്ന നിശ്ചിത പ്രദേശം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വൃഷ്ടി പ്രദേശമാണ്. ഒരു നദിയിലേക്ക് വെള്ളമെത്തുന്ന നിശ്ചിത പ്രദേശം എന്ന് പറയുന്നത് വൃഷ്ടി പ്രദേശമാണ്. വൃഷ്ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മഴ പെയ്യുന്നത് നമുക്ക് പലപ്പോഴും വൃഷ്ടിയാണെന്ന് പറയും, അല്ലേ? അപ്പോൾ അവിടെ നമുക്ക് എന്താ പറയുക, മഴ പെയ്ത വെള്ളമാണല്ലോ. മഴ പെയ്ത് മഞ്ഞുരുകി, ഹിമാലയൻ നദികളൊക്കെ ആണെങ്കിൽ മഞ്ഞുരുകിയിട്ടൊക്കെയാണ് വെള്ളം എത്തുന്നത്. അപ്പോൾ ഒരു നദിയിലേക്ക് എവിടെ നിന്നൊക്കെ വെള്ളം എത്തുന്നു, ആ പ്രദേശത്തെയാണ് വൃഷ്ടിപ്രദേശം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നദീതടത്തെക്കുറിച്ച് ആദ്യം ഒരു ധാരണ വേണം. എന്താണ് നദീതടം? ഒരു നദി, അതിൻ്റെ എല്ലാ പോഷക നദികളും ഉൾക്കൊള്ളുന്ന ഭൂപ്രദേശമാണ് ഒരു നദീതടം. അതായത് ഈ നദിയെ സംബന്ധിച്ചിടത്തോളം അതിന് പോഷക നദികളുമുണ്ട്, കൈവഴികളുമുണ്ട്. പോഷക നദികൾ എന്ന് പറഞ്ഞാൽ ഒരു നദി രൂപപ്പെട്ടു വരുമ്പോൾ, ഒരു നദി തുടങ്ങുന്ന പ്രദേശം, ആ നദി രൂപപ്പെടുന്ന പ്രദേശമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആ നദിയിലേക്ക് പല ഭാഗത്തുനിന്നായിട്ട്, ഇപ്പോൾ ഒരു നദി ഇങ്ങനെ വരികയാണെച്ചാൽ പല നദികൾ ഇങ്ങനെ ചേർന്നിട്ടുണ്ടാവും. പല നദികൾ ആ നദിയുടെ ഒഴുക്കിൻ്റെ ഭാഗമായിട്ട് വരും. ഇതിനെയാണ് പോഷക നദികൾ എന്ന് പറയുന്നത്. അപ്പം പോഷക നദികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ നദിയിലേക്ക് ഇങ്ങനെ ഒഴുകി വരുന്ന ഒന്നാണ് പോഷക നദികൾ എന്ന് പറയുന്നത്. എന്നാൽ ഈ നദി അതിൻ്റെ പതനസ്ഥാനത്തെത്തുമ്പോൾ, ഇപ്പം നമുക്കറിയാം സിന്ധു നദി അതിൻ്റെ പതിക്കുന്നത് അറബിക്കടലിലാണ്. അറബിക്കടലിലേക്ക് എത്തുമ്പോൾ, അങ്ങനെ അതിൻ്റെ പതനസ്ഥാനത്തേക്ക് എത്തുമ്പോൾ ഈ നദികളുടെ ഒഴുക്കൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരിക്കും. അവിടെ വരുന്ന നദി പിന്നീട് എന്തായി മാറും? പല കൈവഴികളായി എന്തു ചെയ്യും? അത് പതനസ്ഥലത്തേക്ക് എത്തും. അപ്പോൾ കൈവഴികൾ എന്ന് പറഞ്ഞാൽ നദികൾ പിരിഞ്ഞു പോകുന്നതാണ്. ഒരു പ്രധാന നദി അതിൻ്റെ പതനസ്ഥാനത്ത് പിരിഞ്ഞു പോകുന്നതിനെയാണ് കൈവഴികൾ എന്ന് പറയുന്നത്. എന്നാൽ ഒരു നദിയിലേക്ക് വരുന്ന മറ്റ് നദികളെയാണ് പോഷക നദികൾ എന്ന് പറയുന്നത്. അപ്പം പോഷക നദി എന്താണ്, കൈവഴികൾ എന്താണ് എന്നുള്ള ഒരു ധാരണ കിട്ടിയല്ലോ. അപ്പോൾ ഒരു നദിയും അതിൻ്റെ എല്ലാ പോഷക നദികളും ഉൾപ്പെടുന്ന പ്രദേശമാണ് നദീതടം എന്ന് പറയുന്നത്. ഇനി ഒരു നീർത്തടത്തിൻ്റെ അതിർത്തി നിർണയിക്കുന്ന ഇത് വിഭാജകം ആണ്, ജലവിഭാജകം. അപ്പം നദീതടം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നദിയും അതിൻ്റെ എല്ലാ പോഷക നദികളും ഉൾക്കൊള്ളുന്ന ഭൂപ്രദേശമാണ് എന്തെന്ന് പറയുന്നത്? നദീതടം. ഇനി നീർത്തടം എന്താണെന്ന് പഠിച്ചതിന് ശേഷം നമുക്ക് ജലവിഭാജകത്തെക്കുറിച്ച് പഠിക്കാം. ഇപ്പം നിങ്ങൾക്ക് 2 കാര്യം നിങ്ങളുടെ മനസ്സിൽ ക്ലിയർ ആയല്ലോ. പോഷക നദി എന്താണ്, അതുപോലെ തന്നെ കൈവഴി എന്താണ്, അതുപോലെ തന്നെ നദീതടം എന്താണ്. നദീതടം? ഒന്നുകൂടി ഉറപ്പിച്ചോളൂ. ഒരു നദിയും അതിൻ്റെ എല്ലാ പോഷക നദികളും ചേർന്നത്. ഇനി പ്രധാന നദി, ഈ നമ്മുടെ നദീതടത്തിൽ എന്തൊക്കെ ഉണ്ടാവും? പ്രധാന നദി, നദീതടത്തിലൂടെ ഒഴുകുന്ന പ്രധാന ജലധാര, അതിലൂടെ ഒഴുകുന്ന പ്രധാന ജലധാര, ആ ജലധാര ഒരു പ്രധാന ജലധാര നോക്കൂ. ഇപ്പൊ ഇവിടെയാണെങ്കിൽ ഇത് നദീതടത്തിലൂടെ ഒഴുകുന്ന പ്രധാന ജലധാരയാണ്.
ആ പ്രധാന നദിയിലേക്ക് ഒഴുകുന്ന ആ പ്രധാന നദിയിലേക്ക് ചേരുന്ന നദികൾ, ഇതൊക്കെ പോഷക നദികളാണ്. അതിൻ്റെ കണ്ടോ, ഇതൊക്കെ അതിൻ്റെ പോഷക നദികളാണ്. ഇനി ജലവിഭാജകം എന്ന് പറഞ്ഞാൽ 2 നദീതടങ്ങൾ ഉണ്ടായിരിക്കാം, 3 നദീതടങ്ങൾ ഉണ്ടായിരിക്കാം. ഇങ്ങനെ 2 നദീതടങ്ങളെ വേർതിരിക്കുന്ന ഉയർന്ന പ്രദേശത്തിനാണ് ജലവിഭാജകം എന്ന് പറയുന്നത്. ഇപ്പൊ ജലവിഭാജകം കാണണമെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജലവിഭാജകം എന്താണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ 2 നദികൾക്ക് 2 നദീതടങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. ആ നദികളിലേക്ക് ഒഴുകി വരുന്ന ചേർന്നിട്ട് നദീതടത്തിലേക്ക് ഒഴുകി വരുന്ന പോഷക നദികളൊക്കെ ചേർന്ന ഒരു പ്രധാന നദി. ഇങ്ങനെയൊന്നും വലിയ വളഞ്ഞും പൊളഞ്ഞിട്ടാണ് ഞാൻ ജസ്റ്റ് അങ്ങനെ നദികൾ ചെയ്യുന്നത്. വേറെ ഒരു നദി ഇപ്പുറത്ത് കൂടെ ഒഴുകുന്നുണ്ട്, ഇതിലേക്കും നദികൾ വന്ന് ചേരുന്നുണ്ട്. ഇവിടെ ഒരു ഉയർന്ന പ്രദേശമായിരിക്കും, ഒരു ഉയർന്ന പ്രദേശം ഉണ്ടായിരിക്കും. ആ ഉയർന്ന പ്രദേശമായിരിക്കും പലപ്പോഴും എന്ത് ചെയ്യുന്നത്, ആ നദി 2 നദികളുടെയും നദീതടത്തെ വേർതിരിക്കുന്നത്. അതിനെയാണ് ജലവിഭാജകം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ജലവിഭാജകം എന്ന് മനസ്സിലായി. അപ്പൊ ഏതെല്ലാം കൺസെപ്റ്റ് മനസ്സിലായി? പോഷക നദികൾ നദിയിലേക്ക് വന്ന് ചേരുന്നു, നദി അതിൻ്റെ പതനമുഖത്ത് വെച്ച് പല നദികളായി ചിലപ്പോൾ പിരിഞ്ഞു എന്ന് വരാം, അപ്പൊ അതിനെ കൈവഴികൾ എന്ന് പറയുന്നു. നദീതടം എന്ന് പറഞ്ഞാൽ ഒരു നദിയും അതിൻ്റെ പ്രധാന പോഷക നദികളും ചേർന്നതാണ്, അതിൻ്റെ എല്ലാ പോഷക നദികളും ചേർന്നതാണ് നദീതടം എന്ന് പറയുന്നത്. 2 നദീതടങ്ങളെ വിഭജിക്കുന്ന ഒരു ഉയർന്ന പ്രദേശമോ അല്ലെങ്കിൽ ആ 2 നദീതടങ്ങളെ വിഭജിക്കുന്ന മറ്റെന്തെങ്കിലും ഭൂപ്രത്യേകതയോ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ജലവിഭാജകം എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് കയറി. ഇനി വൃഷ്ടിപ്രദേശം നദിയിലേക്ക് ജലം നൽകുന്ന പ്രദേശമാണ്. ആ നദിയിലേക്ക് എവിടെ നിന്നെല്ലാം ജലം കിട്ടുന്നു. നദീതടം എന്ന് പറയുന്നത് ഒരു നദിയും അതിൻ്റെ പ്രധാന പോഷക നദികൾ അല്ലെങ്കിൽ അതിൻ്റെ പോഷക നദികളും ചേർന്നതാണ്. ഇപ്പം ഹിമാലയത്തിലാണെങ്കിൽ മഞ്ഞുരുകിയാണ് ഹിമാലയൻ നദികളിലേക്ക് പ്രധാനമായും വെള്ളം എത്തുന്നത്. അപ്പോൾ ആ നദിയിലേക്ക് ജലം ഒഴുകിയെത്തുന്ന പ്രദേശം എന്ന് പറഞ്ഞാൽ ആ മഞ്ഞുരുകുന്ന പ്രദേശം കൂടിയാണ്, അതും കൂടി നദീതടത്തിൽപ്പെടും. അതായത് നദിയിലേക്ക് ജലം എവിടെ നിന്നൊക്കെ വരുന്നു അതെല്ലാം വൃഷ്ടിപ്രദേശത്തിൽ വരും. ജലവിഭാജകം 2 നദീതടങ്ങളെ വേർതിരിക്കുന്ന ഉയർന്ന പ്രദേശം. ഒരു കൺഫ്യൂഷനും ഇല്ല കേട്ടോ, അതൊന്ന് റീറ്ററേറ്റ് ചെയ്താൽ, ആവർത്തിച്ചാൽ നമ്മുടെ മനസ്സിലേക്ക് വീണ്ടും കയറും. ഇനി ഈ വൃഷ്ടിപ്രദേശങ്ങൾക്ക് തന്നെ 2 എണ്ണമായിട്ട് നമുക്ക് പറയാം. ഒന്ന് നദീതടമെന്നും ഒന്ന് വാട്ടർ ഷെഡ് എന്നും. വലിയ നദികളുടെ വൃഷ്ടിപ്രദേശത്തെയാണ് നദീതടങ്ങൾ എന്ന് പറയുന്നത്, ചെറിയ നദികളുടെ വൃഷ്ടിപ്രദേശത്തെയാണ് വാട്ടർ ഷെഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ വലിയ നദികളുടെ വൃഷ്ടിപ്രദേശങ്ങൾ നദീതടങ്ങൾ. വൃഷ്ടിപ്രദേശം എന്ന് പറഞ്ഞാൽ കാച്ച്മെന്റ് ഏരിയ, ആ നദിയിലേക്ക് ജലം എത്തുന്ന പ്രദേശം, അതാണ് അതിൻ്റെ വൃഷ്ടിപ്രദേശം. വലിയ നദിയാണെങ്കിൽ അതിനെ നദീതടം എന്ന് വിളിക്കും. ഈ നദീതടത്തിനെ തന്നെ നമ്മൾ നേരത്തെയും പറഞ്ഞ ഒരു നദിയും അതിൻ്റെ പ്രധാന പോഷക നദികളും ചേർന്ന പ്രദേശമാണ് നദീതടങ്ങൾ. വലിയ നദികളുടെ വൃഷ്ടിപ്രദേശങ്ങളെയാണ് നദീതടങ്ങൾ എന്ന് പറയുന്നത്, ചെറിയ നദികളുടെ വൃഷ്ടിപ്രദേശത്തെയാണ് വാട്ടർ ഷെഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു വാട്ടർ ഷെഡ് കണ്ടു നോക്കൂ. ഇവിടെ ഒരു വാട്ടർ ഷെഡാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. ആ നദിയിലേക്ക് വെള്ളം ഒഴുകിയെത്തുന്ന മൊത്തം പ്രദേശമാണ് അവിടുത്തെ വാട്ടർ ഷെഡ് എന്ന് പറയുന്നത്. ഇത്രയും ഭാഗത്താണ് ഇതിലേക്ക് വെള്ളം ഒഴുകിയെത്തുന്നത്. അതിനെയാണ് അതിൻ്റെ നീർത്തടം എന്നോ, വലിയ നദികളാണെങ്കിൽ നദീതടം എന്നോ, വലിയ നദികളുടെ വൃഷ്ടിപ്രദേശമാണ് അപ്പോൾ എന്തെന്ന് പറയുന്നത്, നദീതടങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ വലിയ നദികളുടെ വൃഷ്ടിപ്രദേശം, ഒരു നദിക്ക് ജലം നൽകുന്ന പ്രദേശത്തിൽ എന്തെല്ലാം പെടും? മഴ, മഞ്ഞുരുകൽ, ഭൂഗർഭജലം എന്നിവയിലൂടെ നദിക്ക് ജലം ലഭിക്കുന്നു. ഒരു നദിക്ക് ജലം ലഭിക്കുന്ന 3 ഘടകങ്ങൾ പ്രധാനം ഏതൊക്കെയാണ്? മഴ പെയ്തു വരും. ഇപ്പോൾ ഉപദ്വീപീയ നദികളൊക്കെ മഴ പെയ്ത വെള്ളം കൊണ്ടാണ്. പക്ഷെ ഹിമാലയൻ നദികൾ മഞ്ഞുരുകിയും എന്ത് ചെയ്യുന്നു? വെള്ളം എത്തുന്നു. അതുകൊണ്ടാണ് വേനൽക്കാലത്തും മഴക്കാലത്തും ഹിമാലയൻ നദികളിൽ ധാരാളം വെള്ളം ഉണ്ടാവും. വേനൽക്കാലത്ത് മഞ്ഞുരുകി വെള്ളമെത്തും, മഴക്കാലത്ത് മഴയിൽ നിന്നുള്ള വെള്ളം കൂടി ഉണ്ടാവും. ചില നദികളിൽ ഭൂഗർഭജലം അതിലൂടെയും എന്ത് ചെയ്യും? നദിക്ക് ജലം ലഭിക്കും. അപ്പോൾ വൃഷ്ടിപ്രദേശം എന്ന് പറഞ്ഞാൽ ഒരു നദിയിലേക്ക് വെള്ളം ഒഴുകിയെത്തുന്ന മൊത്തം പ്രദേശമാണ്. ആ 2 വൃഷ്ടിപ്രദേശങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ അതിർത്തി നിർണ്ണയിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ജലവിഭാജകം എന്ന് പറയുന്നത്. ഞാൻ ഇങ്ങനെ പറയാനുള്ള കാരണം കൺഫ്യൂഷൻ ഉണ്ടാവരുത്. വലിയ നദികളുടെ വൃഷ്ടിപ്രദേശങ്ങൾക്ക് പല പോഷക നദികളും ഉണ്ടാകും. ഇപ്പോൾ ഉദാഹരണം, ഗംഗാ നദിയുടെ വൃഷ്ടിപ്രദേശം
ഹിമാലയത്തിൽ നിന്ന് ആരംഭിച്ച് ബംഗ്ലാദേശിൽ വരെ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. കാരണം ഹിമാലയത്തിൽ നിന്ന് ഒഴുകി വരുമ്പോൾ അതിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നദികൾ വന്ന് ചേരുന്നുണ്ട്. പിന്നെ ഉത്തര മഹാസമതലത്തിലൂടെ പറയുമ്പോൾ അവിടെ നിന്ന് വെള്ളം എത്തുന്നുണ്ട്. എന്തിന്? ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് പോലും ഗംഗാ നദിയിലേക്ക് എന്തെത്തുന്നുണ്ട്, നദികൾ ഒഴുകിച്ചേരുന്നുണ്ട്. അങ്ങനെ മൂപ്പര് പോയി ഇന്ത്യയിലൂടെ കടന്നുപോയി ബംഗ്ലാദേശിലെത്തി. ബംഗാൾ ഉൾക്കടലിലാണല്ലോ ഗംഗ വന്ന് പതിക്കുന്നത്. ഈ ബംഗ്ലാദേശിൽ നിന്നും അവിടേക്ക് മറ്റേ പോഷക നദികളിലൂടെ വെള്ളം എത്തിച്ചേരുന്നുണ്ട്. അപ്പൊ ഗംഗാ നദിയുടെ വൃഷ്ടിപ്രദേശം എന്ന് പറഞ്ഞാൽ ഹിമാലയത്തിൽ നിന്ന് ആരംഭിച്ച് ബംഗ്ലാദേശ് വരെ വ്യാപിച്ചു കിടക്കുന്നു. അപ്പൊ നദീതടം മറന്നു പോകേണ്ട, ഒരു നദിയും അതിൻ്റെ എല്ലാ പോഷക നദികളും ഉൾക്കൊള്ളുന്ന പ്രദേശം. നദീതടത്തിന്റെ അതിർത്തി നിർണ്ണയിക്കുന്നത് ജലവിഭാജകം. നദീതടങ്ങൾ ജലസമ്പൽ വിതരണം, ജലസംരക്ഷണം, വികസന ആസൂത്രണം എന്നിവയ്ക്ക് പ്രധാനമാണ്. ജലസമ്പത്ത് വിതരണം ചെയ്യുന്ന കാര്യത്തിൽ, ജലം സംരക്ഷിക്കുന്ന കാര്യത്തിൽ, അവയുടെ വികസനം, ആസൂത്രണം എന്നിവയെ സംബന്ധിച്ചിടത്തോളം തന്നെ പ്രധാനമായും നമ്മൾ പരിഗണിക്കേണ്ട ഒന്നാണ് നദീതടങ്ങൾ. ജലവൈദ്യുത പദ്ധതികൾ, കൃഷി, ഗതാഗതം, വ്യവസായം എന്നിവയ്ക്ക് നദീതടങ്ങൾ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ജൈവ വൈവിധ്യം, ആവാസ വ്യവസ്ഥ എന്നിവയൊക്കെ സംരക്ഷിക്കുന്നതിന് നദീതടങ്ങൾ ഉപയോഗിക്കാം. ഇപ്പൊ ഹിന്ദുസ്ഥാൻ നദീതടം ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീതടമാണ്. ഗംഗ, യമുന, സിന്ധു തുടങ്ങിയ നിരവധി പ്രധാന നദികൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇനി ചെറിയ നദികളുടെ വൃഷ്ടിപ്രദേശങ്ങൾ, അതാണ് വാട്ടർ ഷെഡ് എന്ന് പറയുന്നത്. അവിടെ ഒരു ചെറിയ നദിക്ക് ജലം നൽകുന്ന പ്രദേശമാണ്. വാട്ടർ ഷെഡ് മാനേജ്മെന്റ് കൃഷി, തോട്ടവിളകൾ, വനവൽക്കരണം, മണ്ണ് സംരക്ഷണം എന്നിവയിലെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. ജലത്തിന്റെ ഉപയോഗം, സംരക്ഷണം, സുസ്ഥിര വികസനം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് വാട്ടർ ഷെഡുകൾ നമുക്ക് ഉപയോഗിക്കാം. കേരളത്തിലെ പെരിയാർ നദി ഒരു ചെറിയ നദിയാണ്. ആ പെരിയാർ നദിയുടെ വൃഷ്ടിപ്രദേശം ഒരു വാട്ടർ ഷെഡായിട്ട് കണക്കാക്കുന്നു. സിന്ധു ഒക്കെ ഒരു വലിയ നദിയായതുകൊണ്ട് അതിനെ നദീതടം എന്ന് തന്നെയാണ് പറയുക. അപ്പോൾ ഒരു നദിയിലേക്ക് വെള്ളം എത്തുന്ന നിശ്ചിത പ്രദേശമാണ് അതിൻ്റെ വൃഷ്ടിപ്രദേശം എന്ന് പറയുന്നത്. ആ വൃഷ്ടിപ്രദേശത്തെ തന്നെ വലിയ നദികളാണെങ്കിൽ നദീതടമെന്നും ചെറിയ നദികളാണെങ്കിൽ വാട്ടർ ഷെഡ് എന്നും തിരിച്ച് അങ്ങനെ ഇടയ്ക്ക് വലിയ നദികൾക്കും വാട്ടർ ഷെഡൊക്കെ പറയും, എന്നാലും പൊതുവായിട്ട്. അപ്പോൾ ഒരു നദിയും അതിൻ്റെ പോഷക നദികളും ചേർന്നൊഴുകുന്ന മുഴുവൻ പ്രദേശമാണ് നീർത്തടം. ഒരു നീർത്തടത്തെ മറ്റൊരു നീർത്തടത്തിൽ നിന്ന് വേർതിരിക്കുന്ന അതിർത്തിയാണ് ജലവിഭാജകം. അപ്പോൾ ഒരു നീർത്തടത്തെ മറ്റൊരു നീർത്തടത്തിൽ നിന്നും വേർതിരിക്കുന്ന അതിർത്തിയാണെന്ത്? ജലവിഭാജകം. സാധാരണയായിട്ട് പർവ്വത നിരകളോ അല്ലെങ്കിൽ ഉന്നത പ്രദേശമോ ആണ് ജലവിഭാജകമായിട്ട് പ്രവർത്തിക്കുന്നത്. ഡ്രെയിനേജ് ഡിവൈഡ് എന്ന് പറയും. ജലവിഭാജകങ്ങൾക്ക് ജലപ്രവാഹത്തിന്റെ ദിശയെ നിർണ്ണയിക്കാൻ കഴിയും. ഇപ്പൊ നോക്കൂ, രണ്ട് നദികളാണ്. ഇത് എ എന്നുള്ള ഒരു നദിയാണ്, ഇത് ബി എന്നുള്ള ഒരു നദിയാണ്. ആ രണ്ട് നദിയുടെയും വൃഷ്ടിപ്രദേശത്തെ കണ്ട് ഒരു ഉയർന്ന പ്രദേശമാണ് ഡിവൈഡ് ചെയ്ത് കിടക്കുന്നത്. ഇവിടെ ഈ ഭാഗത്താണ് എന്ത് ചെയ്യുന്നത്? വെള്ളം വരുന്നത് എ എന്നുള്ള നദിയിലേക്ക്. ഇവിടെ നിന്ന് ഈ ഭാഗത്ത് നിന്ന് ഈ രണ്ടിനെയും ഡിവൈഡ് ചെയ്യുന്ന പ്രദേശത്തിനെയാണ് ജലവിഭാജകം എന്ന് പറയുന്നത്. ഇനി നീരൊഴുക്ക്. എന്താണ് നീരൊഴുക്ക്? കൃത്യമായ ചാലുകളിലൂടെയുള്ള ജലത്തിന്റെ ഒഴുക്കാണ്, പരന്നൊഴുകല്ല. കൃത്യമായ ചാലുകളിലൂടെ ജലം ഒഴുകിയെത്തുന്നതിനെയാണ് നീരൊഴുക്ക് എന്ന് പറയുന്നത്. നീരൊഴുക്കുകളുടെ ഒരു ശൃംഖലയാണ് നീരൊഴുക്ക് വ്യൂഹം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഭൂപ്രദേശത്തിൽ നിന്നും ജലം ഒഴുകിപ്പോക്കുന്ന പ്രക്രിയയാണ് നീരൊഴുക്ക്. അതായത് മഴ, മഞ്ഞുരുകൽ, ഭൂഗർഭജലം എന്നിവയിലൂടെ ലഭിക്കുന്ന ജലം നദികളിലൂടെയും മറ്റ് ജലാശയങ്ങളിലൂടെയും സമുദ്രത്തിലേക്ക് ഒഴുകിപ്പോകുന്നു. നീരൊഴുക്ക് ഭൂപ്രദേശത്തിന്റെ രൂപപ്പെടലിൽ പ്രധാന പങ്കുവഹിക്കുന്നു. ഈ നീരൊഴുക്ക് ഭൂപ്രദേശത്തിന്റെ രൂപപ്പെടലിൽ പ്രധാന പങ്കുവഹിക്കുന്നുണ്ട്. നദികൾ, തടാകങ്ങൾ, തോടുകൾ, ചതുപ്പുകൾ തുടങ്ങിയ ജലാശയങ്ങൾ നീരൊഴുക്കിന്റെ ഭാഗമാണ്. അപ്പൊ നീരൊഴുക്കിൽ എന്തെല്ലാം പെടും? നദികൾ വരും, തോടുകൾ പെടും, തടാകങ്ങൾ പെടും, ചതുപ്പുകൾ പെടും. ഇതെല്ലാം എന്തിൻ്റെ? നീരൊഴുക്ക് എന്ന് പറയുന്നത് നീരൊഴുക്കിന്റെ ഭാഗമാണ്. നീരൊഴുക്കിന്റെ വിവിധ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന സങ്കീർണമായ ഘടനയാണ് നീരൊഴുക്ക് വ്യൂഹം. ഒരു പ്രത്യേക ഭൂപ്രദേശത്തിലെ നദികളും തോടുകളും തടാകങ്ങളും ചതുപ്പുകൾ തുടങ്ങിയ ജലാശയങ്ങളുടെ ശൃംഖലയാണിത്. അങ്ങനെയുള്ള ജലാശയങ്ങളുടെ ശൃംഖലയാണ്. നീരൊഴുക്കിൽ ആരൊക്കെ വരും? നദികൾ വരും, തോടുകൾ വരും, തടാകങ്ങൾ വരും, ചതുപ്പുകൾ വരും. ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു പ്രത്യേക ഭൂപ്രദേശത്തിന്റെ ജലാശയങ്ങളുടെയൊക്കെ ഒരു ശൃംഖലയെയാണ് നീരൊഴുക്ക് വ്യൂഹം എന്ന് പറയുന്നത്. ഈ നീരൊഴുക്ക് വ്യൂഹവും
ജലസമ്പൽ വിതരണം, ജലസംരക്ഷണം, വികസന ആസൂത്രണം എന്നിവയ്ക്ക് പ്രധാന ഘടകമാണ്. അപ്പൊ നീരൊഴുക്ക് വ്യൂഹത്തിന്റെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ്? നദികൾ വരുന്നുണ്ട്, ഭൂപ്രദേശത്തിലൂടെ ഒഴുകുന്ന പ്രധാന ജലധാരകളാണത്. തോടുകൾ വരുന്നുണ്ട്, നദികളിലേക്ക് ചേരുന്ന ചെറിയ ജലധാരകൾ. തടാകങ്ങൾ വരുന്നുണ്ട്, ഭൂപ്രദേശത്തിൽ ശേഖരിച്ചിരിക്കുന്ന ജലസംഭരണികളാണ് തടാകങ്ങൾ. തടാകങ്ങൾ അങ്ങനെ ഒഴുകല്ല ചെയ്യുക, തടാകത്തിലേക്ക് വെള്ളം എത്തിച്ചേരുകയാ ചെയ്യുക. ഭൂപ്രദേശത്തിൽ ശേഖരിച്ചിരിക്കുന്ന ജലസംഭരണികളാണ് തടാകങ്ങൾ എന്ന് പറയുന്നത്. ചതുപ്പുകൾ, ധാരാളം ജലമുള്ള താഴ്ന്ന പ്രദേശങ്ങളാണ് ചതുപ്പുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോടുകൾ എന്ന് മനസ്സിലായി, എന്താണ് നദികൾ എന്ന് മനസ്സിലായി, എന്താണ് തടാകങ്ങൾ എന്ന് മനസ്സിലായി, എന്താണ് ചതുപ്പുകൾ എന്ന് മനസ്സിലായി. ഇപ്പം ജലസമ്പൽ വിതരണം എന്ന് പറയുന്നത് കൃഷിക്ക് വേണ്ടിയിട്ട് ജലസമ്പത്ത് വിതരണം ചെയ്യേണ്ടതുണ്ട്, അല്ലെ? വയലുകൾക്കൊക്കെ വെള്ളം കൊടുക്കണ്ടേ, അല്ലെങ്കിൽ കൃഷിക്ക് വെള്ളം കൊടുക്കണ്ടേ, അതിന് കനാലൊക്കെ ഉണ്ടാക്കും. ഗാർഹിക ഉപയോഗം, നമ്മുടെ വീട് ആവശ്യത്തിന്, നമുക്ക് കുളിക്കാനും നനയ്ക്കാനും ഒക്കെ വെള്ളം ആവശ്യമാണ്. വ്യവസായത്തിന് ജലം ആവശ്യം വരുന്നുണ്ട്. എന്നിവയ്ക്ക് ജലം നൽകുന്നതിന് നീരൊഴുക്ക് വ്യൂഹം സഹായിക്കുന്നുണ്ട്. ഇനി ജലസംരക്ഷണത്തിൽ നീരൊഴുക്ക് വ്യൂഹത്തിന് പ്രധാന പങ്കുണ്ട്. മണ്ണൊലിപ്പ് തടയുക, ജലസംഭരണ ശേഷി വർദ്ധിപ്പിക്കുക, വികസന ആസൂത്രണം, ജലവൈദ്യുത പദ്ധതികൾ, ജലസേചന പദ്ധതികൾ, ഗതാഗത പദ്ധതികൾ എന്നിവയ്ക്കുള്ള ആസൂത്രണം. ജൈവ വൈവിധ്യം, നീരൊഴുക്ക് വ്യൂഹം ജൈവ വൈവിധ്യത്തിന്റെ സംരക്ഷണത്തിനും സഹായിക്കുന്നു. ഇനി എന്താ നദീമുഖം എന്ന് പറയുന്നത്? ഒരു നദി കടലിലോ മറ്റേതെങ്കിലും ജലാശയത്തിലോ പതിക്കുന്നിടമാണ് അറിയപ്പെടുന്നതാണ് നദീമുഖം എന്ന് പറയുന്നത്. ഇവിടുത്തെ ചോദ്യം എന്തായിരുന്നു? ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? നോക്കൂ, ഒരു നദിയിലേക്ക് വെള്ളമെത്തുന്ന പ്രദേശം വൃഷ്ടിപ്രദേശം എന്നായിരുന്നു ചോദ്യം. ഓക്കെ, ഇനി അതുപോലെ തന്നെ ആ പാഠപുസ്തകത്തിൽ പറയുന്നതാണ് നദീമുഖം എന്ന് പറയുന്നത്. 9ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ പറയുന്നുണ്ട്. എന്താണ് നദീമുഖം എന്ന് പറഞ്ഞാൽ? നദീമുഖം എന്ന് പറയുന്നത് ഒരു നദി കടലിലോ മറ്റേതെങ്കിലും ജലാശയത്തിലോ പതിക്കുന്ന സ്ഥലമാണ്. ഇപ്പോൾ സിന്ധു നദിയുടെ നദീമുഖം എന്ന് പറയുന്നത് അറബിക്കടലിൻ്റെ അടുത്താണ്. ആ നദി തുടങ്ങുന്ന പ്രദേശമല്ല കേട്ടോ. ചിലപ്പോഴും നമുക്ക് നോക്കുക, നദീമുഖം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യത്തെ പ്രദേശമായിട്ടാണ് കണക്കൂട്ടുക. അല്ല, ആ നദി പതിക്കുന്ന സ്ഥലമാണ്. ആ നദി ഒഴുകിയെത്തി പതിക്കുന്ന സ്ഥലമാണ് നദീതടം എന്ന് പറയുന്നത്. ഒരു നദീനെ പ്രധാനമായും 3 വിഭാഗങ്ങളായി തിരിക്കാം. ഒന്ന് പറയുന്നത് പ്രഭവസ്ഥാനം, സോഴ്സ് എന്ന് പറയും. ആ പ്രഭവസ്ഥാനമാണ് നദിയുടെ ഉത്ഭവസ്ഥാനം. നദിയുടെ ഉത്ഭവസ്ഥാനമാണ് പ്രഭവസ്ഥാനം. പക്ഷെ നദി ചെന്ന് പതിക്കുന്ന സ്ഥലമാണ് നദീമുഖം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പറയുമ്പോൾ പർവ്വതനിരകളിൽ നിന്നാവാം ഒരു നദിയുടെ പ്രഭവസ്ഥാനം, മലയോരങ്ങളാവാം, ശുദ്ധജല തടാകങ്ങൾ എന്നിങ്ങനെയുള്ള ഉയർന്ന പ്രദേശങ്ങളിലാണ് നദികൾ ഉത്ഭവിക്കുക. ഉയർന്ന പ്രദേശത്താണ് നദികൾ ഉത്ഭവിക്കുക. മധ്യഭാഗം, നദിയുടെ ഉത്ഭവസ്ഥാനത്തിൽ നിന്നും നദീമുഖത്തിനടുത്തുള്ള പ്രദേശം വരെയുള്ള ഭാഗമാണ് മധ്യഭാഗം എന്ന് പറയുന്നത്. നദിയുടെ ഉത്ഭവസ്ഥാനത്ത് നിന്ന് നദീമുഖത്തിനടുത്ത് വരെയുള്ള പ്രദേശമാണ് അതിൻ്റെ മധ്യഭാഗം എന്ന് പറയുന്നത്. നദീമുഖം എന്ന് പറയുന്നത് നദി സമുദ്രത്തിലോ മറ്റു വലിയ ജലാശയങ്ങളിലോ ചെന്ന് ചേരുന്ന സ്ഥലമാണ് നദീമുഖം എന്ന് പറയുന്നത്. അപ്പോൾ മധ്യഭാഗം, പ്രഭവസ്ഥാനം, നദീമുഖം. ഇപ്പം പെരിയാർ കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണ്, ഓർത്തു വെക്കണേ. ഭാരതപ്പുഴ കേരളത്തിലെ 2ാമത്തെ വലിയ നദിയാണ്. 3ാമത്തെ വലിയ നദി പമ്പയാണ്. ചാലിയാർ, കടലുണ്ടിപ്പുഴ, പെരുമ്പാവൂർ പുഴ, മൂവാറ്റുപുഴയാർ, മണിമലയാർ തുടങ്ങിയ ഒരുപാട് നദികൾ കേരളത്തിലുണ്ട്. കേരളത്തിൽ നമുക്കറിയാം 44 നദികളുണ്ട്. അതിൽ 41 നദികളും പടിഞ്ഞാറോട്ട് ഒഴുകുമ്പോൾ 3 നദികളാണ് കിഴക്കോട്ട് ഒഴുകുന്നത്. പണ്ട് സ്ഥിരം ചോദിക്കുന്ന ചോദ്യമായി. ഇത്രമാത്രം പണ്ട്, ഇപ്പോഴത്തെ കാലത്ത് അത് വളരെ കുറവാണ് കാണാറ്. ആ 3 നദികൾ ഏതൊക്കെയാണ്? ഭവാനി, കബനി, പാമ്പാർ. ഈ 3 നദികളാണ് കിഴക്കോട്ട് ഒഴുകുന്നത്. 44 നദികളിൽ 3 ഭവാനി, പാമ്പാർ, അതുപോലെ തന്നെ കബനി. ഈ 3 നദികളും കാവേരിയുടെ പോഷക നദികളാണ്. അപ്പൊ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹിമാലയൻ നദികളിൽ ഉൾപ്പെടുന്ന നദികൾ ഏതല്ല? ഇങ്ങനെ 2 തരത്തിലുള്ള നദികളുണ്ട് ഇന്ത്യയിൽ. ഹിമാലയൻ നദികളുമുണ്ട്, അതുപോലെ തന്നെ ഉപദ്വീപീയ നദികളുമുണ്ട്. ഗ്രാഫൊക്കെ വെച്ച് നമുക്ക് പിന്നീട് പഠിക്കാം. ഹിമാലയൻ നദികൾ എന്ന് പറഞ്ഞാൽ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് പ്രധാനമായും 5 ഭൂവിഭാഗങ്ങളാണ്. നമ്മുടെ 8വും വടക്ക് കിഴക്ക് ഭാഗത്ത് ഉയർന്ന പ്രദേശമാണ് ഇന്ത്യയുടേത്. ആ വടക്ക് കിഴക്ക് ഭാഗത്തുള്ള പ്രദേശത്തെയാണ് നമ്മൾ ഉത്തര മഹാപർവ്വതം എന്ന് പറയുന്നത്. ആ ഉത്തര മഹാപർവ്വതത്തിന് തൊട്ട് താഴെയായി വലിയ ഗർത്തമായിരുന്നു. ആ ഗർത്തത്തിലേക്ക് പ്രധാനമായും ഹിമാലയൻ നദികൾ, അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു മലനിരയാണ് ഹിമാലയൻ നിരകൾ.
ആ ഹിമാലയത്തിൽ നിന്നും വരുന്ന നദികളെയാണ്, ഉത്ഭവിച്ചു വരുന്ന നദികളെയാണ് ഹിമാലയൻ നദികൾ എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട 3 ഹിമാലയൻ നദികൾ ഓർത്തു വെച്ചോളൂ. ഏതൊക്കെയാണ്? ഗംഗ, സിന്ധു, ബ്രഹ്മപുത്ര. ബാക്കിയൊക്കെ ഉപദ്വീപീയ നദികളാണ്. ബാക്കി പ്രധാനപ്പെട്ട നദികൾ മഹാനദിയാകട്ടെ, കാവേരിയാകട്ടെ, നമ്മുടെ നാട്ടിലെ പെരിയാറാകട്ടെ, അതുപോലെ തന്നെ എന്താ പറയുക, കൃഷ്ണ, ഗോദാവരി, ഇതെല്ലാം തന്നെ ഉപദ്വീപീയ നദികളാണ്. അപ്പോൾ ഹിമാലയൻ നദികൾ ഏതാണെന്ന് ഓർത്തു വെച്ചാൽ എളുപ്പമായി. ബാക്കി എല്ലാതും പ്രധാനമായും എന്താണ്? ഇപ്പം നർമ്മദ, താപ്തി, ഇതൊക്കെ ഉപദ്വീപീയ നദികളാണ്. ഗംഗ, ബ്രഹ്മപുത്ര, സിന്ധു, അതിൻ്റെയൊക്കെ പ്രധാന പോഷക നദികളൊക്കെ ഹിമാലയൻ നദികളാണ്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹിമാലയൻ നദികളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? സിന്ധു, ബ്രഹ്മപുത്ര, ഗംഗ, ഇത് 3 ഹിമാലയൻ നദിയാണ്. ബാക്കി നദികൾ നമ്മൾ ഇനി നോക്കേണ്ട ആവശ്യമില്ല. നർമ്മദ, ഈ സിന്ധു, ബ്രഹ്മപുത്ര, ഗംഗ, ഇതിൻ്റെ പോഷക നദികളും നമ്മൾ ഹിമാലയൻ നദികൾ ഉൾപ്പെടുത്തണം. പക്ഷെ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് നമുക്ക് പഠിക്കാം, ഓൺ ദ വേ പഠിച്ചു വരാം. അത് 3 നദികളാണ്. ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് മാപ്പൊക്കെ വെച്ച് ഒന്നും കൂടി വിശദമായി പഠിക്കാം. അപ്പോൾ ഇവിടെ 3 എണ്ണാണ്. നർമ്മദ ഉപദ്വീപീയ നദിയാണ്. നർമ്മദ, താപ്തി എന്നൊക്കെ പറയുന്നത് ഉപദ്വീപീയ നദിയാണ്. ഈ ഉപദ്വീപീയ നദികളിൽ തന്നെ ബംഗാൾ ഉൾക്കടലിലേക്ക് ഒഴുകുന്നതുമുണ്ട്, അതുപോലെ തന്നെ അറബിക്കടലിലേക്ക് ഒഴുകുന്നതുമുണ്ട്. അറബിക്കടലിലേക്ക് ഒഴുകുന്ന 2 പ്രധാനപ്പെട്ട നദികളാണ്, ഉപദ്വീപീയ നദികളാണ്, നർമ്മദയും താപ്തിയും. അപ്പോൾ ഇവിടെ നർമ്മദ ഉപദ്വീപീയ നദിയാണ്. അതുകൊണ്ട് ഹിമാലയൻ നദികളിൽ ഉൾപ്പെടുന്നത് 1, 2, 3 അതുകൊണ്ട് ഇവിടെ ആൻസർ ഏതാണ്? 1, 2, 3. LGS മെയിൻസ് കമ്പനി ബോർഡ് ചോദിച്ച ചോദ്യമാണ്. 36 ചോദ്യങ്ങൾ നമുക്കിപ്പോൾ തന്നെ, ഞാൻ വിചാരിച്ചതിൽ ഞാൻ മാപ്പ് ഉൾപ്പെടുത്തിയിരുന്നില്ലാണ്, മാപ്പ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിപ്പോൾ ഉത്ഭവ രീതിയുടെയും സ്വഭാവ പ്രത്യേകതകളുടെയും അടിസ്ഥാനത്തിൽ ഇന്ത്യൻ നദീവ്യൂഹത്തെ ഹിമാലയൻ നദികളെന്നും ഉപദ്വീപീയ നദികളെന്നും വേർതിരിക്കുന്നുണ്ട്. ഉത്ഭവം ഹിമാലയത്തിൽ നിന്നായതുകൊണ്ട് ഹിമാലയൻ നദികൾ. അതേസമയം മറ്റേത് ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്നത്, പീഠഭൂമി എന്ന് പറഞ്ഞാൽ മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് ഉയർന്ന ഒരു സമതല പ്രദേശം തന്നെയാണ് പീഠഭൂമി എന്ന് പറയുന്നത്. മറ്റ് പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഉയർന്ന ഒരു സമതല പ്രദേശം. അങ്ങനെ ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ആരംഭിക്കുന്ന നദികളാണ് ഉപദ്വീപീയ നദികൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ സ്വഭാവ സവിശേഷതകളിലും വ്യത്യാസമുണ്ട്. ഇപ്പം ഹിമാലയൻ നദികളുടെ പ്രധാന ജലസ്രോതസ് എന്ന് പറയുന്നത് അവിടുത്തെ മഞ്ഞുരുകിയിട്ടാണ്. എന്നാൽ ഉപദ്വീപീയ നദികളുടെ പ്രധാന ജലസ്രോതസ് എന്താണ്? മഴയാണ്. ഹിമാലയൻ നദികളിൽ വേനൽക്കാലത്തും അതുപോലെ തന്നെ വർഷക്കാലത്തും നല്ല വെള്ളം ഉണ്ടായിരിക്കും. എന്നാൽ ഉപദ്വീപീയ നദികളിൽ വർഷക്കാലത്ത് മാത്രമേ വെള്ളം ഉണ്ടാവുള്ളൂ. ഇങ്ങനെ സ്വഭാവ സവിശേഷതകളും ഉണ്ട് ഈ 2 നദികൾക്കും. അത് നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പോൾ നോക്കൂ, ഇപ്പം ഇവിടെ തന്നിട്ടുള്ളത് നിങ്ങൾക്ക് എന്താണ്? ഹിമാലയൻ 2 നദികളുമാണ്. നമ്മുടെ ഇന്ത്യയിലെ നദീവ്യവസ്ഥയാണ് ഈ കാണുന്നത്. ആ നദീവ്യവസ്ഥയിൽ നിങ്ങൾക്കറിയാം ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് എന്തെന്ന് പറയുന്നത്? ഹിമാലയൻ നദികൾ എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യയുടെ നമുക്കറിയാം വടക്ക് കിഴക്ക് ഭാഗത്ത് ഉത്തര മഹാപർവ്വതമാണ്. ആ ഉത്തര മഹാപർവ്വതത്തിൽ നിന്ന് അതിൽ പ്രധാനപ്പെട്ടതാണ് ഹിമാലയം. ഇപ്പോൾ വടക്ക് കിഴക്ക് ഭാഗം എന്ന് പറയുന്നത്, ഇന്ത്യയുടെ വടക്ക് കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് ഈ പ്രദേശമാണ്. ഇന്ത്യയുടെ വടക്ക് കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് ഇവിടെയൊക്കെ മലകളാണ്. ഇതിൽ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളെയാണ് നമ്മൾ അതിൻ്റെ പോഷക നദികളൊക്കെ ചേർന്നതാണ് ഈ ഹിമാലയൻ നദികൾ എന്ന് പറയുന്നത്. അപ്പോൾ സിന്ധു നദി കണ്ടോ? ഈ സിന്ധു നദിയാണിത്. ഈ സിന്ധു നദി നമുക്കറിയാം ടിബറ്റിൽ നിന്ന് ഉത്ഭവിച്ച് ഇന്ത്യയിലൂടെ കടന്നുപോയി പിന്നീട് പാകിസ്ഥാനിലേക്ക് പോയി എവിടെ ചെല്ലുന്നു? അത് അറബിക്കടലിലേക്ക് പതിക്കുന്നു. ഈ സിന്ധു നദിയുടെ പ്രത്യേകത ഹിമാലയൻ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏക നദി സിന്ധു നദിയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി ഏതാണെന്ന് ചോദിച്ചാൽ അതും സിന്ധു നദിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി സിന്ധു നദി അല്ലട്ടാ. ഇന്ത്യയിൽ കാശ്മീരിലൂടെ മാത്രമാണ് സിന്ധു നദി ഒഴുകുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗംഗാ നദിയാണ്. അപ്പോൾ നോക്കൂ, ഒഴുകിപ്പോണ് കണ്ടില്ലേ? എവിടേക്കാണ് ഒഴുകുന്നത്? പടിഞ്ഞാറോട്ട് ഒഴുകുന്നുണ്ട്. പടിഞ്ഞാറല്ലേ അറബിക്കടൽ? പടിഞ്ഞാറാണ് അറബിക്കടൽ. അപ്പം പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. ഓക്കെ, അപ്പോൾ വടക്ക് ഒട്ടൊഴുകി പിന്നീട് അത് എന്ത് ചെയ്യുന്നു? അറബിക്കടലിലേക്ക് പതിക്കുന്നു. ഏതിലൂടെ കടന്നു വന്നിട്ട് നമ്മുടെ ഇന്ത്യയിലൂടെ കടന്ന് പിന്നെ പാകിസ്ഥാനിലേക്ക് പ്രവേശിച്ചു. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ നദി സിന്ധു നദിയാണ്. അപ്പോൾ സിന്ധു നദീനെ കുറിച്ച് പിടികിട്ടിയല്ലോ. ഇനി ബാക്കി 2 നദികളുണ്ട്. ഒരു നദിയാണ് എന്തെന്ന് പറയുന്നത്? ബ്രഹ്മപുത്ര എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ?
ഈ ബ്രഹ്മപുത്ര നദിയും ടിബറ്റിൽ നിന്ന് തന്നെയാണ് ഉത്ഭവിക്കുന്നത്. ആ ടിബറ്റിൽ നിന്ന് ഉത്ഭവിച്ച് മൂപ്പര് ബംഗാൾ ഉൾക്കടലിലേക്കാണ് പതിക്കുന്നത്. ആ ബ്രഹ്മപുത്ര ടിബറ്റിൽ നിന്ന് ഉത്ഭവിച്ച് ഇന്ത്യയിൽ അരുണാചൽ പ്രദേശിലൂടെ കടന്ന് നമ്മുടെ ബ്രഹ്മപുത്ര പിന്നീട് എന്ത് ചെയ്യുന്നു, അത് കടന്നുകൊണ്ട് അത് ബംഗ്ലാദേശിലൂടെ എവിടേക്ക് എത്തുന്നു, ബംഗാൾ ഉൾക്കടലിലേക്ക് എത്തുന്നു. അതാണ് ബ്രഹ്മപുത്ര നദി എന്ന് പറയുന്നത്. ഇനി ഒരു നദിയാണ് ഗംഗ. ഗംഗ എന്ന് പറയുന്നത് എന്താണ്, ഇന്ത്യയിലെ ഉത്തരാഖണ്ഡിൽ, സംസ്ഥാനമായ ഇന്ത്യയിലെ ഉത്തരാഖണ്ഡിൽ നിന്ന് ഉത്ഭവിച്ച് മൂപ്പരും ഗംഗയും ബംഗ്ലാദേശിലൂടെ കടന്ന് എവിടേക്ക് പതിക്കുന്നു, ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട 3 ഹിമാലയൻ നദികളിൽ സിന്ധു നദി മാത്രം പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ പതിക്കുന്നു. ബാക്കി 2 നദികളും ഏതൊക്കെ, നമ്മുടെ ബ്രഹ്മപുത്രയാകട്ടെ അതുപോലെ തന്നെ ഗംഗയാകട്ടെ, ഇത് രണ്ടും എവിടേക്കാണ് പതിക്കുന്നത്, ബംഗാൾ ഉൾക്കടലിലേക്കാണ് പതിക്കുന്നത്. ഈ ജോഗ്രഫി പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് നദികളെ വെച്ചൊക്കെ പഠിക്കുമ്പോൾ, നിങ്ങൾ ആ മാപ്പ് നോക്കി മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ ഐഡിയ, നിങ്ങളുടെ ആശയം ഒന്ന് ക്ലാരിറ്റി വരും, നിങ്ങൾ മറന്നുപോവില്ല. പലപ്പോഴും നമ്മൾ എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് അർജൻസിയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. PSCക്കാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അർജൻസിയാണ്. ഞാൻ അതിനെക്കുറിച്ചൊന്ന് പറയാം. അർജൻസി, ഞാൻ എപ്പോഴും പറയുന്നത്, ഈ അർജൻസി പലപ്പോഴും അത് നല്ല സെൽഫ് റെഗുലേഷൻ ഉള്ള ആളുകൾക്കാണെങ്കിൽ, നിങ്ങൾക്ക് അധികം സെൽഫ് റെഗുലേഷൻ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, നല്ല നന്നായിട്ട് ക്രമീകരിക്കപ്പെട്ട ഒരാളാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അവരെന്താ ചെയ്യാറിയ, ഈ PSCക്കാർ ആദ്യം ഇന്നു മുതൽ 10 മണിക്കൂർ, ഇന്നു മുതൽ തീവ്ര പഠനം. ഇതൊരു ശരിയായ അപ്രോച്ച് അല്ല. ഞാൻ എൻ്റെ ഇത്ര കാലത്തെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. പലപ്പോഴും ഇത് കൂളായിട്ട് മേടിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്. അതായത് നിങ്ങൾ ഒരു സർക്കാർ ജോലി എന്നുള്ളത് നിങ്ങളുടെ പ്രധാനപ്പെട്ട പ്രയോറിറ്റി ആയിട്ട് ഫിക്സ് ചെയ്യുക. അർജൻസിയും ഇമ്പോർട്ടൻസും തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ, നമ്മൾ ഇങ്ങോട്ട് ഇപ്പം കിട്ടണം എന്ന് പറയുന്നതാണ് ഈ അർജൻസി. പലപ്പോഴും നമ്മൾ അതിൻ്റെ ഉള്ള കുടുങ്ങുക. ഒരു കാര്യം തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളാണ്ട് വിചാരിക്കും, നിശ്ചയിക്കും, ഇത്ര ദിവസം കൊണ്ട് ഞാനിത് പഠിച്ചു തീരുമെന്നുള്ളത്. പലപ്പോഴും ഇത് പ്രയാസമാണ്. നിങ്ങൾ ആദ്യം ഉണ്ടാക്കേണ്ടത്, നിങ്ങൾക്ക് എന്തിന് സർക്കാർ ജോലി എന്നുള്ളൊരു ചോദ്യമാണ് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കേണ്ടത്. എന്തിനാണ് എനിക്ക് സർക്കാർ ജോലി? അതാണ് ആദ്യം ഫിക്സ് ചെയ്യേണ്ടത്. അപ്പൊ അത് നിങ്ങളുടെ ലൈഫിലെ ലോങ് ആയിട്ടുള്ള പല ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് നല്ലൊരു വീട്, ഉയർന്ന വരുമാനമുള്ള ഒരു സാമ്പത്തിക സുസ്ഥിരത, ഏത് പ്രതിസന്ധിയിലും. ഇപ്പൊ ചിലപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം മുടങ്ങി എന്നുള്ളൊരു വാർത്തയൊക്കെ പഠിത്ത് കേൾക്കും. ചിലപ്പോൾ പല കാരണങ്ങളുണ്ട് അതിന്. അങ്ങനെ വന്നാലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. അപ്പോൾ ഒരുപാട് പേര് PSC പഠനം നിർത്തും. പക്ഷെ ഞാനൊന്ന് പറഞ്ഞുതരാം, സർക്കാർ സംവിധാനം ഒരു കാലത്തും അവസാനിക്കാൻ പോകുന്നില്ല. കാരണം ജനാധിപത്യം എന്ന് പറയുന്നത്, അതിൻ്റെ അവിഭാജ്യ ഘടകമാണ് ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നത്. ജനാധിപത്യമാകട്ടെ ലോകത്തെമ്പാടും നവീകരിക്കപ്പെടുകയും പുഷ്ടിപ്പെടുകയും ചെയ്യുന്ന ഒന്നാണ്. അപ്പൊ കേരളത്തിന് മനോഹരമായ ഭാവിയാണ്. നിങ്ങൾ ആരെന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ഒരു കൺസെപ്റ്റിൽ കേരളം അതിൻ്റെ ഭാവിയിലേക്ക് എത്തും. അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു സർക്കാർ സംവിധാനം ഉണ്ടാവും. ആ സർക്കാർ സംവിധാനം കൂടുതൽ സമ്പുഷ്ടമാവും. കുറച്ചു കാലത്തേക്ക് ചിലപ്പോൾ ശമ്പളം മുടങ്ങിയേക്കാം, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. അതിന് പൂർണ്ണമായ സാധ്യതയൊന്നുമില്ല. അങ്ങനെ വന്നാലും പിന്നീടത് ഒരു 2-3 മാസത്തെ ബുദ്ധിമുട്ടേ ഉണ്ടാവുള്ളൂ. കാരണം കേരളത്തിൽ വിഴിഞ്ഞം തുറമുഖം വരുന്നുണ്ട്. ഇന്റർനെറ്റ് പെനട്രേഷൻ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ടൊക്കെ തന്നെ ഭാവിയിൽ, അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കറിയാം മറ്റേ വിദ്യാഭ്യാസം കൊണ്ട് ഒക്കെ ഒരുപാട് ഗുണമുള്ളതാണ്. അതുകൊണ്ട് അവിടെയൊക്കെ തന്നെ ഭാവിയിൽ കേരളത്തിൽ നിക്ഷേപങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വരാൻ ധാരാളം സാധ്യതയുണ്ട്. കേരളം എന്ന് പറയുന്നത് പല ഘടകങ്ങളിലും ഉയർന്ന ഒരു സംസ്ഥാനമാണ്. അപ്പോൾ ഒരുപാട് പേര് ഈ ശമ്പളമൊക്കെ മുടങ്ങി കഴിഞ്ഞാൽ ഒരുപാട് പേര് PSC പഠനം നിർത്തും. അവിടെ നിങ്ങളുടെ സുവർണാവസരമാണ്. അവിടെയാണ് നിങ്ങളുടെ സുവർണാവസരം വരാനിരിക്കുന്നത്. ഒരുപാട് പേര് നിർത്തുമ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകണം. എങ്ങനെ കൊണ്ടുപോകണം? ദീർഘകാലത്തേക്ക്, 1-1.5-2 വർഷം കൊണ്ട് ഞാൻ ഈ PSC നേടിയെടുക്കും എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇപ്പം നന്നായി പഠിച്ചിട്ടുള്ളൂ, പഠിച്ചുകൊണ്ടേയിരുന്നുള്ളൂ. പക്ഷെ പഠനം ഒരു ഹാബിറ്റ് ആക്കൂ. ആദ്യം 1-2 മണിക്കൂറെങ്കിലും നിരന്തരമായി പഠിക്കുന്നതിനുള്ള മാനസികാവസ്ഥ ഉണ്ടാക്കൂ. ഓക്കെ, അങ്ങനെ ഒരു ഹാബിറ്റായിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഒപ്പം നിങ്ങൾക്ക് സാമ്പത്തിക വരുമാനമില്ലെങ്കിൽ മറ്റ് ചില ചെറിയ ജോലികളിൽ ഏർപ്പെടുക. എന്നിട്ട് ചെറിയ സമ്പത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഒരു വെക്കേഷൻ ജോബ് എന്നുള്ള പോലെ ഒരു പ്രധാന സർക്കാർ ജോലി കിട്ടുന്നത് വരെ. ഇതാണ് അപ്രോച്ച് എങ്കിൽ നിങ്ങൾക്ക് ഈ സർക്കാർ ജോലി കിട്ടിയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വലിയ ടെൻഷനൊന്നും ഉണ്ടാവില്ല. കാരണം ഒരു ഭാഗത്ത് നിങ്ങൾ നിങ്ങളുടേതായ ഒരു വരുമാന മാർഗം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്.
ആ വരുമാന മാർഗം അങ്ങനെ മെല്ലെ മെല്ലെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. മറ്റു ഭാഗത്ത് സ്ഥിരമായ ഒരു സർക്കാർ ജോലിയിലേക്കുള്ള പരിശ്രമവും ആരംഭിക്കുക. ഇത് രണ്ടും കൂടി ചേരുന്ന ഒരു അപ്രോച്ച് ആയിരിക്കും ഇനിയത്തെ കാലത്ത് വളരെ ഗുണം ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ഒരു ഇടവേളയിൽ കേരളത്തിൽ നിയമനങ്ങളുടെ എണ്ണത്തിലൊക്കെ വളരെ കുറവുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ഒട്ടാകെ നടക്കുന്ന നിയമനങ്ങൾ എടുത്തു നോക്കിയാൽ കേരളത്തിൽ നിയമനങ്ങളുടെ എണ്ണം കൂടുതലാണ്. ഇത് ഇടതുപക്ഷ സർക്കാരോ വലതുപക്ഷ സർക്കാരോ ഏത് സർക്കാരോ വന്നോട്ടെ, ഇന്ത്യയിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മറ്റ് സംസ്ഥാനങ്ങളിനേക്കാൾ കൂടുതൽ പൊതുജനാഭിപ്രായവും അതുപോലെ തന്നെ പൊതുജന ബോധവുമുണ്ട്, ജനാധിപത്യ ബോധവുമുണ്ട്. നമ്മളൊക്കെ സാക്ഷരതായതിൻ്റെ ഗുണമാണ്. അതിൻ്റെ ഒരു ഗുണം കൊണ്ട് അതിലെല്ലാ രാഷ്ട്രീയ പാർട്ടികളും സംഭാവന വഹിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഗുണം കൊണ്ട് കേരളം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സംസ്ഥാനം തന്നെയാണ്. പലപ്പോഴും നമ്മുടെ മനസ്സിൽ അങ്ങനത്തെ ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ വ്യവസായ നിക്ഷേപങ്ങൾ കുറഞ്ഞു വരികയാണ്. ഇതൊക്കെ കേരളം പരിഹരിക്കപ്പെടേണ്ട വലിയ വ്യവസായ കമ്പനികൾക്ക് കേരളത്തിൽ വരാൻ പറ്റില്ല. എന്താ കാരണം? കേരളത്തിൽ അങ്ങനെ തിങ്ങി നിറഞ്ഞൊരു പ്രദേശമാണ്, നമ്മളുടെ അടുത്ത് അത്ര ഭൂപ്രദേശമില്ല. പക്ഷേ ഉയർന്നു വരുന്ന ജോലികൾ ഇനി എവിടെയൊക്കെയാണ് വരുന്നത്? നമുക്കറിയാം, വിവര സാങ്കേതിക വിദ്യയിലാണ്. ആ ഒരു കാര്യത്തിൽ കേരളം ഒരു നല്ല രീതിയിലുള്ള എന്താ പറയുക ഭരണ സംവിധാനം അതിനെ കൃത്യമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ ഭാവി വളരെയധികമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, കൊച്ചിയിലൊക്കെ സമുദ്ര പര്യവേഷണം നടക്കുകയാണ്, പെട്രോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വിഴിഞ്ഞത്ത് വലിയൊരു തുറമുഖം വരികയാണ്. ആ തുറമുഖം അന്താരാഷ്ട്ര പ്രസിദ്ധി തന്നെ നേടും നന്നായി കൊണ്ടുപോവുകയാണെങ്കിൽ. അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ കേരളത്തിന് അനുകൂലമായിട്ട് വരികയാണ്. ഒരു ടൂറിസം മേഖലയാണ്, ഒരു ഹെൽത്ത് ഹബ്ബായിട്ട് മാറുന്നുണ്ട് കേരളം. ആരോഗ്യരംഗത്ത് കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ട പല സ്ഥാപനങ്ങളുണ്ട്. ഭാവിയിൽ ഒരു വിദ്യാഭ്യാസ ഹബ്ബായിട്ട് മാറും. ഇതിനൊക്കെ സാധ്യത കേരളത്തിനുണ്ട്. വരും കാലങ്ങളിൽ അത് ഉണ്ടായി വരികയും ചെയ്യും. ഈ സംവിധാനമൊക്കെ ഉള്ളപ്പോൾ ഇതിനെയൊക്കെ റെഗുലറൈസ് ചെയ്യാൻ ഒരു ഗവൺമെൻറ്, ശക്തമായൊരു ഗവൺമെൻറ് ഉണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ട് ഉദ്യോഗസ്ഥ വൃന്ദവും ഉണ്ടാവും. നിങ്ങളുടെ ജോലിയുടെ സ്വഭാവത്തിലൊക്കെ മാറ്റം വന്നു എന്ന് വരാം. കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വരുന്നൊരു കാലഘട്ടമാണ്. ഇനി ഓഫീസിൽ പോയി ഒരു കത്തെഴുതുന്ന രീതിയൊന്നും ആയിരിക്കില്ല. എന്തായാലും അതിൻ്റെ ഭാഗമാകാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. ആ അവസരം ഇപ്പം കുറവാണെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും കൂടും. ഇപ്പോൾ 2000 ഞാനൊക്കെ സർക്കാർ ജോലിയിൽ കയറുന്ന സമയത്ത് നിയമന നിരോധനം വന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ DA നിഷേധിക്കുന്നതുകൊണ്ടുള്ള ഒരു ഉത്തരവ് വന്നു. അന്ന് എല്ലാവരും പറഞ്ഞു സർക്കാർ ജോലിയുടെ പണി കഴിഞ്ഞു എന്ന്. ഇപ്പോഴും കഴിഞ്ഞോ? അന്ന് വന്നു, സർക്കാർ ജോലിക്ക് അപേക്ഷിക്കുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു. പക്ഷെ അന്ന് ജോലിയിൽ കയറിയവരൊക്കെ ഇന്ന് നല്ല പോസ്റ്റിലാണ്. അപ്പോൾ നമ്മൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉയർച്ച താഴ്ചകൾക്ക് അതീതമായിട്ട് നമ്മൾ നിൽക്കണം. അവിടെ ഒരു സ്ഥിരം ഡെവലപ്മെന്റ് ഉണ്ടാവും. അതിനിടയിൽ ഒന്ന് പൊന്തും, ഒന്ന് താഴും, പിന്നെ ഒരു കുതിപ്പാണ്. അപ്പോൾ നന്നായി പഠിച്ചുകൊണ്ടിരിക്കുക. ഈ അനാവശ്യ ആശങ്കകൾ ഒഴിവാക്കി നിർത്തുക. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കായിട്ട് അവിടെ ഒരു സർക്കാർ ജോലിയുണ്ട്. അപ്പോൾ ഹിമാലയൻ നദികൾ എന്താണെന്ന് പറഞ്ഞു. ഇനി ഉപദ്വീപീയ നദികളാണ്. ഉപദ്വീപീയ നദികൾ എന്ന് പറഞ്ഞാൽ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ആരംഭിക്കുന്ന നദികളാണ്. ഉപദ്വീപ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗം ഉപദ്വീപുകളാണ് കിടക്കുന്നത്. ഈ ഭാഗത്തൊക്കെ ഉണ്ട് ഉപദ്വീപുകളെ, മറ്റേ പീഠഭൂമി, ഉപദ്വീപീയ പീഠഭൂമി. ഇവിടെ ഇതാണ് ഉപദ്വീപീയ പീഠഭൂമി. ഇത് പീഠഭൂമിയുണ്ട്. ഈ ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രധാനിയാണ് ഡെക്കാൻ പീഠഭൂമി. ഈ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ആരംഭിക്കുന്ന നദികൾ, ഇപ്പോൾ ഉദാഹരണത്തിന് നർമ്മദ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ആരംഭിക്കുന്നതാണ്. അറബിക്കടലിലേക്കാണ് പോണത്. താപ്തി, നർമ്മദയും താപ്തിയും ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നാണ്. ഉപദ്വീപീയ നദിയാണ്. മറ്റൊരു ഉപദ്വീപീയ നദിയാണ് ഗോദാവരി. പക്ഷേ നിങ്ങൾക്കറിയാം ബംഗാൾ ഉൾക്കടലിലേക്കാണ് പോകുന്നത്. അതുപോലെ മറ്റൊരു ഉപദ്വീപീയ നദിയാണ് കൃഷ്ണ. മറ്റൊരു ഉപദ്വീപീയ നദിയാണ് കാവേരി. അപ്പോൾ പ്രധാനപ്പെട്ട ഉപദ്വീപീയ നദികളൊന്ന് ഓർത്തു വയ്ക്കുക: നർമ്മദ, താപ്തി, ഗോദാവരി, അതുപോലെ തന്നെ കൃഷ്ണ, കാവേരി. ഇതിൽ നർമ്മദയും താപ്തിയും പടിഞ്ഞാറോട്ട് ഒഴുകുന്നു. 3 പ്രധാനപ്പെട്ട ഹിമാലയൻ നദികളാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഇതിൽ സിന്ധു പടിഞ്ഞാറോട്ട് ഒഴുകി അറബിക്കടലിലെത്തുന്നു. അപ്പൊ സിന്ധു, നർമ്മദ, താപ്തി നന്നായിട്ട് ഓർത്തു വയ്ക്കുക. പിന്നെ മറ്റൊരു നദിയാണ് ലൂണി. ലൂണി എന്ന് പറഞ്ഞാൽ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ്. ലൂണിയുടെ പതനസ്ഥാനം എന്ന് പറയുന്നത് അറബിക്കടലിൽ നേരിട്ട് പതിക്കുന്നില്ല, ഒരു ചതുപ്പിലാണ് പതിക്കുന്നത്. ലാൻഡ് ലോക്ക്ഡ്, അതായത് കരബന്ധിതമായ നദിയാണ്. ഒരു കരയിൽ നിന്ന് ഉത്ഭവിച്ച് കരയിൽ തന്നെ പതിക്കുന്ന ഒരു നദി എന്നുകൂടി വേണമെങ്കിൽ ലൂണിയെ പറയാം. ഇന്ത്യയിലെ ഏക കരബന്ധിത നദിയാണ് ലൂണി. മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ് ലൂണി. എന്നാലും ലൂണി ഏറ്റവും അവസാനം അതിൻ്റെ വെള്ളം എത്തിച്ചേരുന്ന അറബിക്കടലിലാണ്. അപ്പോൾ ലൂണിയാവട്ടെ,
അതുപോലെ തന്നെ ഗോദാവരി ആകട്ടെ, അതുപോലെ കൃഷ്ണയാവട്ടെ, കാവേരി ആകട്ടെ, ഇതൊക്കെ ബംഗാൾ ഉൾക്കടലിലേക്കാണ് പതിക്കുന്നത്. എന്നാൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദിയാണ് ഏതെന്ന് പറയുന്നത് നർമ്മദയും താപ്തി. ഹിമാലയൻ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഒരു നദിയേ ഉള്ളൂ, സിന്ധു. അത് പാകിസ്ഥാന്റെ എന്താണ് ദേശീയ നദിയാണ്. ഇന്ത്യയുടെ ദേശീയ നദി ഗംഗ. അത് ഇന്ത്യയിൽ ഉത്തരാഖണ്ഡിൽ നിന്ന് ഉത്ഭവിച്ച ബംഗാൾ ഉൾക്കടലിലേക്കാണ്. അതുപോലെ തന്നെ ബ്രഹ്മപുത്രയും ടിബറ്റിൽ നിന്നാണ് സിന്ധുവും ബ്രഹ്മപുത്രയും ഉത്ഭവിക്കുന്നത്. പക്ഷെ സിന്ധു പടിഞ്ഞാറ് അറബിക്കടലിലേക്ക് പതിക്കുമ്പോൾ ബ്രഹ്മപുത്ര എവിടേക്കാണ് പതിക്കുന്നത്? നമ്മുടെ ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത്. അപ്പോ ഉപദ്വീപീയ നദികളെ കുറിച്ചും മനസ്സിലായി, ഹിമാലയൻ നദികളെ കുറിച്ചും മനസ്സിലായി ഇല്ലേ? ഇവിടുന്നൊക്കെ ചോദ്യം വരാറുണ്ട് കേട്ടോ. അപ്പൊ ഹിമാലയൻ നദികളെ കുറിച്ച് 10ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ കൊടുക്കുന്ന ഒന്നാണ്. അതിൽ സിന്ധു എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? സിന്ധുവും ഗംഗയും ബ്രഹ്മപുത്രയുമാണ് പ്രധാനപ്പെട്ട ഉപദ്വീപീയ നദികൾ. സിന്ധു എവിടുന്ന ഉത്ഭവിക്കുന്നത്? സിന്ധുവും ബ്രഹ്മപുത്രയും ടിബറ്റിൽ നിന്നാണ്. സിന്ധു മാനസ സരോവർ തടാകത്തിൽ നിന്നും മറ്റത് ചെമായുങ്തുങ് ഹിമാനിയിൽ നിന്നുമാണ്. ഇത് രണ്ടും ആണ് രണ്ട് നദികൾ എന്ന് പറയുന്നത്. അപ്പോ സിന്ധു എവിടെ നിന്നാണ്? മാനസ സരോവർ തടാകത്തിൽ നിന്ന്. ബ്രഹ്മപുത്രയാകട്ടെ ചെമായുങ്തുങ് ഹിമാനിയിൽ നിന്നുമാണ്. എനിക്ക് ജോഗ്രഫി ഒന്നും ഒട്ടും അറിയണ്ടായിരുന്നില്ല, ഞാനതിലൊരു മോശക്കാരനായിരുന്നു. പക്ഷെ PSCക്ക് പഠിപ്പിക്കാൻ തുടങ്ങിയതിന് ശേഷം നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഓർത്തു വെക്കും. ഇതൊന്നും അതേപോലെ നമ്മുടെ മനസ്സിൽ ഓർത്തു വെക്കേണ്ട. അതൊക്കെ നമുക്ക് എന്തുണ്ടായാൽ മതി? ഒരു ധാരണ ഉണ്ടായാൽ മതി. ഓപ്ഷൻ വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് എടുത്തെടുക്കാൻ പറ്റും. അപ്പൊ നോക്കൂ, സിന്ധുവിനെ നമ്മൾ എങ്ങനെ പറയാ? ഇപ്പൊ നിങ്ങൾ ആൺകുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ലൈൻ ഇട്ട് വിചാരിച്ചോളൂ. സിന്ധു കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര, സിന്ധു ബ്രഹ്മപുത്രിയും കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു ഒരു ഒരു എന്താ പറയാ, ഒരു റൊമാൻറ്റിക് മൂഡ് വരുന്ന ഏതാണ്? സിന്ധുവാണ്. എനിക്ക് അങ്ങനത്തെ ഒരു ലൈൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട, ഞാൻ നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നു എന്ന് മാത്രം. അപ്പൊ സിന്ധു എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണെന്ന് കരുതുക. ഈ പെൺകുട്ടികളാണെങ്കിൽ അവരുടെ സുഹൃത്ത് സിന്ധു ഉണ്ടെന്ന് വിചാരിക്കുക. അവളൊരു സുന്ദരിയാണ്, മനോഹരിയാണ്, നല്ല നീളമുണ്ട്. കാരണം ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും വലിയ നദി ഏതാണ്? സിന്ധുവാണ്. ആ സിന്ധുവിനെ ഒരു അന്യ ദേശക്കാരൻ, ഇപ്പൊ ഒരു പാകിസ്ഥാൻകാരൻ ഒന്ന് പ്രേമിച്ചു വന്നു. ചൈനയിൽ നാട്ടാ സിന്ധു വരുന്നത്. ഓക്കെ, അപ്പൊ ചൈനയിൽ നിന്ന് വന്ന് ഇന്ത്യയിൽ വളർന്ന സിന്ധുവിനെ മനസ്സുകൊണ്ട് പ്രേമിക്കുകയാണ് ആര്? ഒരു പാകിസ്ഥാൻകാരൻ. അപ്പോ മാനസ സരോവർ മനസ്സിലുണ്ട് അല്ലേ? അപ്പൊ സിന്ധു മനസ്സുമായി ബന്ധപ്പെട്ടതാ. മാനസ സരോവർ തടാകം. ബ്രഹ്മപുത്ര എങ്ങനെയാ? ബ്രഹ്മപുത്ര എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാലോ, അങ്ങോട്ട് അടുക്കാൻ പറ്റാത്ത ഒരു സാധനമായിട്ടാണ് തോന്നുന്നത് അല്ലെ, പേരോണ്ട് തന്നെ. പക്ഷെ ബ്രഹ്മപുത്ര എങ്ങനെയാണ്? യങ്ങാണ് എന്ന് ആലോചിക്കുക. ചുമന്ന് തൊടുന്ന യങ്ങായ ഒരു പെൺകുട്ടിയാണ്. അവള് തണുപ്പുള്ള ഒരു സ്ഥലത്താണ് വന്നിരുന്നത് വെറുതെ. അപ്പൊ ചെമായുങ്തുങ് ഹിമാനി. നിങ്ങൾ എപ്പോഴും ഓർക്കുക, മെമ്മറീസ് എന്ന് പറഞ്ഞ കണക്ഷൻസ് ആണ്. മെമ്മറി നിലനിൽക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം സ്റ്റോറിയാണ്. മനുഷ്യൻ ഓർമ്മിച്ചു വെക്കുന്നത് യുക്തിപരമായ കാര്യങ്ങളല്ല. മനുഷ്യൻ ഓർമ്മിച്ചു വെക്കുന്നത്, മനുഷ്യന്റെ ഓർമ്മയിൽ നിൽക്കുക പലപ്പോഴും വൈകാരികമായ കാര്യങ്ങളാണ്. ഇപ്പോ നിങ്ങൾക്ക് ഒരു നല്ല പ്രണയം ഉണ്ടായിരുന്നു, അത് ലോസായി, നിങ്ങൾ ജീവിതകാലം മുഴുവൻ ഓർത്തു വെക്കും. അതല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയും നിങ്ങളുമായി നല്ലൊരു ബന്ധമുണ്ടായിരുന്നു, ഊഷ്മളമായ ഒരു ബന്ധമുണ്ടായിരുന്നു. അമ്മ നിങ്ങളെ വേർപെട്ടു പോയ ദിവസം നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോവില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ. ഇതൊക്കെ വൈകാരികമായിട്ട് നമ്മൾക്ക് ഓർമ്മകൾ നൽകുന്നതാണ്. അല്ലെങ്കിൽ നമുക്കൊരു ആഘാതം വന്ന ദിവസം, നമ്മൾ ഒരിക്കലും മാനസിക ആഘാതം വന്ന ദിവസം നമ്മുടെ ലൈഫിൽ നിന്ന് നമുക്ക് വലിച്ചു കീറിക്കളയാനോ ഓർമ്മയിൽ നിന്ന് ചീന്തിക്കളയാനോ വലിയ പ്രയാസമാണ്. എന്നാൽ യുക്തിപരമായി നമ്മൾ സയൻസ് ക്ലാസ്സിൽ പഠിച്ചതൊക്കെ നമ്മൾ കാലം കൊണ്ട് മറന്നുപോകും. അപ്പോൾ വൈകാരികവുമായി ബന്ധപ്പെട്ടതാണ് സ്റ്റോറികൾ എന്ന് പറയുന്നത്. മറ്റൊന്ന് മെമ്മറീസ് എന്ന് പറയുന്നത് കണക്ഷൻസ് ആണ്. നമുക്ക് നിലവിൽ ഓർമ്മയിലുള്ള ഒന്നിനേറ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഓർത്തു വെക്കാൻ പറ്റും. അപ്പോൾ ഇത് സ്റ്റോറി ഉണ്ടാക്കുമ്പോൾ നമ്മൾ നിലവിലുള്ള ഓർമ്മയിലുള്ള സാധനം വെച്ചിട്ടാണ് നമ്മൾ ഒരു സ്റ്റോറി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെ സ്റ്റോറി ആയിട്ട് എടുക്കുക. അപ്പൊ ബ്രഹ്മപുത്ര എന്ന് പറഞ്ഞാൽ ഒരു ചുവന്ന നിറത്തിലുള്ള യങ്ങായ എന്താണ് ഒരു ഹിമാനിയാണ്, ചെമായുങ്തുങ് ഹിമാനി. അപ്പോൾ രണ്ടും ഉത്ഭവസ്ഥാനം മനസ്സിലായല്ലോ, രണ്ടും ടിബറ്റ് നിന്നാണ്, ചൈനയുടെ അധീന പ്രദേശമാണിന്ന്. ഗംഗയാകട്ടെ ഇന്ത്യയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഇന്ത്യയിൽ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ ഗംഗോത്രി ഹിമാനിയിൽ നിന്നാണ്. ഗംഗ ഗോമുഖ് ഗുഹയിൽ നിന്നാണ്.
ഗംഗ എവിടെ നിന്നാണ് വരുന്നത്? ഗംഗ ഗോമു ഗുഹയിൽ നിന്നാണ്. നിങ്ങൾക്കറിയാലോ, ഗംഗ ഇന്ത്യയിലെ ഒരു പുണ്യ നദിയാണ്. ഇപ്പൊ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം, നമ്മളടക്കമുള്ള ഹിന്ദുക്കളെ, മറ്റു മതസ്ഥരും ഉണ്ടാവും, അവർക്ക് ഒരു പുണ്യ നദി എന്നുള്ള കൺസെപ്റ്റ് ഇല്ലല്ലോ. അപ്പോൾ ഇസ്ലാം മതത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏകദൈവാരാധനയാണ്, അവർക്ക് ഒരൊറ്റ ദൈവമേ ഉള്ളൂ. പക്ഷെ ഹിന്ദുക്കൾക്ക് മരങ്ങളും പൂവും പുഷ്പവും ഒക്കെ തന്നെ എന്താണ്? ദൈവമാണ്. അപ്പൊ ഗംഗയും അവരുടെ ഒരു പുണ്യ നദിയാണ്. അങ്ങനെ വരുമ്പോൾ പുണ്യമായ കാര്യങ്ങൾ, ഇപ്പൊ സന്യാസിമാരൊക്കെ ഗുഹയിലുണ്ടാവാറ്. മറ്റൊന്നാണ് പശു. ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം പശു ഒരു വിശുദ്ധ മൃഗമാണ്. ഓക്കെ, പശുവിനെ അവർ ഉപദ്രവിക്കൊന്നുമില്ല. ഓക്കെ, അത് അവരുടെ രീതിയാണ്. നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഇല്ല. കേരളത്തിൽ അങ്ങനെ പശുവിനെ, ഇപ്പോൾ നമുക്കറിയാലോ, ഇപ്പോൾ അമ്പലത്തിലെ ഒരു പ്രധാന എന്താണ് പ്രസാദമാണ് എന്തെന്ന് പറയുന്നത്? പഞ്ചഗവ്യം എന്ന് പറയുന്നത്. അതിൽ ചാണകമുണ്ട്, പാലുണ്ട്, ഗോമൂത്രമുണ്ട്, നെയ്യുണ്ട്, ഇതെല്ലാം അടങ്ങിയതാണ്. അതൊരു പ്രധാനപ്പെട്ട പ്രസാദമാണ്. അപ്പോ ഗംഗ അങ്ങനെ ആലോചിച്ചാൽ മതി. ഗംഗ എന്ന് പറയുന്നത് എവിടെയാണ്? അവിടെ ഗോവുണ്ട്, ഗുഹയുമുണ്ട്. ഗോമു ഗുഹ എവിടെ മറന്നു പോകാനാ? ഇനി ദീർഘകാലത്തേക്ക് ഇത് നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കും. മറ്റേ നിങ്ങൾ ജസ്റ്റ് പഠിച്ചു പോവും, കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓർമ്മയിൽ നിന്ന് പോവും, കൺഫ്യൂഷൻ വരും. ഒരു കഥയായിട്ട് ഓർത്ത് നോക്കി. ഇനി ഇതിന്റെ നീളം എത്രയാ? നീളം സിന്ധു നദിയുടെ നീളത്തിന് ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ആദ്യം നമുക്ക് SCRT ഭാഗപ്രകാരമുള്ള നീളം പഠിക്കാം. വേറൊരു നീളവും വരാൻ പോകുന്നുണ്ട്, അത് പിന്നീട് പഠിക്കാം. അപ്പൊ രണ്ടും എങ്ങനെ എപ്പോൾ ഉത്തരം എഴുതണം എന്നുള്ളതൊക്കെ ഞാൻ പറയാം. 2880 കിലോമീറ്റർ ആണ് ഗംഗയുടെ നീളം. 2880 കിലോമീറ്റർ. എത്രയാ? 2880 കിലോമീറ്റർ ഗംഗയുടെ നീളം. സിന്ധുവിന്റെ നീളം. മൊത്തം നീളമാണ്. ഇതില് എത്ര കിലോമീറ്ററാ ഇന്ത്യയിലൂടെ ഒഴുകുന്നത്? 709. ഇതിനെ സിന്ധുവുമായിട്ടൊന്ന് ബന്ധപ്പെടുത്തണം. നമുക്കറിയാം, സിന്ധു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുന്ദരിക്കുട്ടിയാണ്. പാകിസ്ഥാനിലെ ഒരു യുവാവ് അവളെ മാനസത്തിൽ കയറ്റിയിട്ടുണ്ട്. ആ സിന്ധുവിന് നോക്കൂ, ആ സിന്ധുവിനെ സംബന്ധിച്ചിടത്തോളം 2880 കിലോമീറ്റർ ഉണ്ട്. ഏറ്റവും നീളം കൂടിയ നദിയാണ്, നീണ്ടു കിടക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പൊ അവളെ നമ്മൾ ഓർക്കുമ്പോ എങ്ങനെ ഓർത്തു വെക്കുക? നോക്കൂ, ആ സിന്ധുവിനെ ഒന്ന് ഓർത്തു. അത് സിന്ധുവിന്റെ മുഖമാണ്, ഇത് സിന്ധുവിന്റെ ശരീരമാണ്, ഇത് സിന്ധുവിന്റെ 2 കാലുകളാണ്. അങ്ങനെ വെറുതെ നമ്മളൊന്ന്, അപ്പൊ അവിടെ 2 ഉണ്ട്. ഈ 8 എന്ന് പറയുന്നത് ഒരെട്ട് ഇങ്ങനെയാണ്. ഒരെട്ട് അവളുടെ മുടി 2 ഭാഗത്തായിട്ട് മുടി പിന്നിട്ടുണ്ട്, അതാണ് ആ 8. നോക്കൂ, 2880. നമ്മൾ എങ്ങനെ മറന്നു പോകുന്നു? നിങ്ങൾക്കിതൊരു വെട്ടിത്തരായിട്ടൊക്കെ നോക്കാം. പക്ഷേ 2 കാലുകൾ, ഒരു സുന്ദരമായ ശരീരം, 8 പോലെ നല്ല വടിവൊത്ത ശരീരം, ഒരു നദി ഒഴുകുന്നത് പോലെയുള്ള ശരീരം, അതിൻ്റെ മുകളിലായിട്ട് അവളുടെ മുഖം, ആ മുഖത്ത് 2 ഭാഗത്തായിട്ട് മുടി പിന്നിട്ടുണ്ട്. അപ്പൊ 2 കാലുകൾ, 2880. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും ഇങ്ങനെയൊക്കെ ഓർത്തു വെക്കണോ? ഇങ്ങനെ ഓർത്തു വെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ നിൽക്കും. നിങ്ങൾ ഇതുപോലെ ആലോചിക്കാം. അതായത് മനുഷ്യന് 2 തരത്തിലുള്ള ചിന്തകളുണ്ട്. ഡൈവേർജന്റ് തോട്ട്സും ഉണ്ട്, കൺവേർജന്റ് തോട്ട്സും ഉണ്ട്. ഡൈവേർജന്റ് എന്ന് പറഞ്ഞാൽ കാട് കയറി നമുക്ക് ഭാവന വേണം. കൺവേർജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ കാട് കയറിയ ഭാവന മുഴുവൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മെറ്റീരിയലൈസ് ചെയ്യാൻ, പ്രാവർത്തികമാക്കാൻ പറ്റില്ല. അവിടെയാണ് നമുക്ക് സഹായം കിട്ടുന്നത്. എന്തിന്റെ സഹായം കിട്ടുന്നത്? കൺവേർജൻസിന്റെ സഹായം കിട്ടുന്നത്. ഇപ്പൊ 2880 കിലോമീറ്റർ ആണ് എന്തിന്റെ നീളം? സിന്ധുവിന്റെ നീളം. ആ സിന്ധുവിന്റെ നീളത്തിൽ ഇന്ത്യയിലൂടെ മാത്രം ഒഴുകുന്നത് 709 കിലോമീറ്റർ ആണ്. ഇനി അത് നമുക്ക് സിന്ധുവിനേറ്റൊന്ന് നോക്കണ്ടേ? 709 എന്നുള്ളത് 709 എന്നുള്ള കിലോമീറ്റർ. അപ്പൊ സിന്ധുവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് അവരുടെ ശരീരം. 8ന്റെ ആകൃതിയിലാണ്, തലയിൽ 2 മുടിയുണ്ട്, അല്ലേ? ഇനി ഇന്ത്യയിൽ കുറച്ച് ഭാഗമേ ഒഴുകുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ കുറച്ച് ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ 7ന്റെ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നത് ആരാ? 7, 8, 9. ആ 7, 8, 9 709 എന്ന് ഓർത്ത് വെച്ചാൽ മതി. 709 കിലോമീറ്റർ ആയി. നോക്കൂ, നമ്മൾ ആ വിവരത്തെ മുഴുവൻ നമ്മൾ കണക്റ്റഡ് ആക്കി വെച്ചു. ഇനി നമുക്കറിയാം, ഈ സിന്ധുവുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യുന്ന ഒരു കാര്യം എന്താ നിങ്ങൾ അറിയേണ്ടത് വെച്ചാൽ, സിന്ധു നദീതടത്തിലായിരുന്നു ആദ്യം ആര്യന്മാരുണ്ടായിരുന്നത്. അവരവിടെ എണ്ണം പെരുകി കഴിഞ്ഞപ്പോ അവര് എവിടേക്ക് പോയി? അവർ ഗംഗയടക്കം പതിക്കുന്ന ഉത്തര മഹാസമതലത്തിലേക്ക് എത്തി. ആ ഉത്തര മഹാസമതലത്തിൽ എത്തിക്കഴിഞ്ഞപ്പോ
അവരെടുത്ത് എന്തുണ്ടായിരുന്നില്ല? ഇരുമ്പിന്റെ ആയുധങ്ങൾ ഉണ്ടായിരുന്നില്ല. ഉത്തര മഹാസമതലമാണെങ്കിൽ സമ്പന്നമാണ്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഈ ഹിമാലയൻ നദികളൊക്കെ വന്നു ചേർന്ന് അവിടെ എന്തായിട്ട് കിടക്കുകയാണ്? ഹിമാലയൻ നദികളെല്ലാം വന്നു ചേർന്ന് അവിടെ നിന്ന് ഒഴുക്കിയ മണ്ണ്, ഫലഭൂയിഷ്ടമായ മണ്ണ് ഡെപ്പോസിറ്റ് ചെയ്തതാ. കൃഷിക്കൊക്കെ പറ്റിയ സ്ഥലം. പക്ഷെ നല്ല ഉറപ്പുണ്ട്, ഉഴുതുമറിക്കാൻ പറ്റുന്നില്ല. നല്ല വനം വെട്ടണം. ഇതിന് അവർക്ക് ഇരുമ്പറിയുമായിരുന്നില്ല. പക്ഷേ നമുക്ക് ആവശ്യമുള്ളത് ഭൂമിയിലുണ്ട്, നമ്മൾ അന്വേഷിക്കണമെന്നേ ഉള്ളൂ. ആ ഗംഗയിലാണ് വലിയ ഇരുമ്പ് നിക്ഷേപം ഉണ്ടായിരുന്നത്. അവരത് കണ്ടെത്തുന്നു, അവർ ഇരുമ്പിന്റെ ആയുധങ്ങൾ ഉണ്ടാക്കുന്നു, അവിടെ ഉഴുതുമറിക്കുന്നു. ഉഴുതുമറിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സാധനം എന്തായിരിക്കും? കലപ്പ. ആ കലപ്പ പോലല്ലേ ഇത്? കണ്ടോ, കലപ്പ 7 കലപ്പയാണ്. അവർ ഉഴുതുമറിച്ച ആ കലപ്പയാണ് ഉത്തര മഹാസമതലത്തിലേക്ക് എത്തി. 9 എന്ന് പറഞ്ഞാൽ എന്താ? 9 നമുക്ക് ഓർക്കണ്ടേ? അപ്പൊ 709. ആ കലപ്പ കൊണ്ട് അവരൊരു കുളം ഉണ്ടാക്കി എന്ന് കരുതുന്നു. ആ കലപ്പ കൊണ്ട് ഒരു കുളം ഉണ്ടാക്കിയിട്ട് അവര് ആ ഗംഗാ സമതലത്തിൽ എന്ത് ചെയ്യുന്നു? ചെടികൾ വെച്ച് പിടിക്കുന്നു. ചെടികളുടെ നാമ്പ് ഇങ്ങനെയല്ലേ വരിക? അപ്പൊ 709 709. ഇങ്ങനത്തെ ഒരു കഥ. അതിന് വലിയ അർത്ഥം വേണമെന്നൊന്നുമില്ല, വലിയ യുക്തി വേണമെന്നൊന്നുമില്ല. അങ്ങനത്തെ ഒരു കഥ ഉണ്ടാക്കുക. ഈ കഥയ്ക്ക് വേണ്ടി ധാരാളം സമയം ചെലവഴിക്കരുതിട്ടാ. ഒരു കഥ കിട്ടുന്ന കഥ വെച്ചുണ്ടാക്കുക, പിന്നീട് അത് ഡെവലപ്പ് ചെയ്തോളും. കാരണം നമ്മൾ എപ്പോഴും പറയും, ഈ ഓർക്കാൻ വേണ്ടി വലിയ കഥ ഉണ്ടാക്കിയ വേണ്ടി സമയം എടുക്കരുത്, കുറഞ്ഞ സമയം കൊണ്ട്. അപ്പോൾ 2850 കിലോമീറ്ററും 709 കിലോമീറ്ററും നിങ്ങളുടെ മനസ്സിൽ കയറിയല്ലോ. ഇനി ബ്രഹ്മപുത്രയുടെ നീളം എത്രയാ? ബ്രഹ്മപുത്രയുടെ നീളം 2900 കിലോമീറ്റർ ആണ്. ഇതൊക്കെ തമ്മിൽ വ്യത്യാസം കിട്ടാ, പിന്നീട് ഞാൻ വ്യത്യാസം വരുത്താം. നിങ്ങൾക്ക് പല സംശയവും വരും. ഏറ്റവും വലിയ നദി സിന്ധു നദിയല്ലേ, പിന്നെന്തപ്പ ഇങ്ങനെ പറയണത്? അത് നമുക്ക് തിരുത്താം. ആദ്യം ഇതൊന്ന് റെഡി ആവട്ടെ. 2900 കിലോമീറ്റർ ആണ്. 2809 സിന്ധു. അവിടുന്നാണ്ട് കണക്ട് ചെയ്യുക. 2850 സിന്ധു. അതിന് തൊട്ടടുത്തുള്ള ഒരു ഫുൾ നമ്പർ 2900. ഇനി ഇന്ത്യയിലൂടെ ഒഴുകുന്നതോ? ഇത് 709 ആണെങ്കിൽ മറ്റത് 725. എന്തെങ്കിലും ഒരു കഥ ഉണ്ടാക്കൂ നിങ്ങൾ, ഞാനല്ലല്ലോ. എന്നിട്ട് നമ്മുടെ കമന്റിൽ നിങ്ങൾ രേഖപ്പെടുത്തൂ. അടുത്തതാണ് ഗംഗ. 2500 കിലോമീറ്റർ ആണ്. ഓർത്തു വെക്കാൻ എളുപ്പമുള്ളത്. ഇതിന്റെ പോഷക നദികളൊക്കെ പിന്നീട് നമുക്ക് പഠിക്കാം. പക്ഷെ അത് എവിടെ പതിക്കുന്നു? സിന്ധു പതിക്കുന്നത് അറബിക്കടലിലാണ്. ഗംഗയും ബ്രഹ്മപുത്രയും പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. കുറച്ച് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടി. മറ്റൊന്നാണ് ഉപദ്വീപീയ നദികൾ. ഈ ഉപദ്വീപീയ നദികളെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അതിൽ നിന്നുള്ള ചോദ്യങ്ങളും പിന്നീട് പഠിക്കാം. ഓക്കെ, താങ്ക് യു ആൾ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.